ആ മോളെ സരിതേ, അവള് PSC ഒക്കെ പഠിക്കുന്നുണ്ടോടി? പരീക്ഷയൊക്കെ എഴുതാൻ പറയണം കേട്ടോ. നമ്മുടെ മോൻ വരുന്നുണ്ട് സഞ്ജു ഇന്ന്. അവളപ്പുറം എങ്ങനെ ഉണ്ട്? ദേടി സഞ്ജു വരുന്നുണ്ട്. വെച്ചോ ഞാൻ പിന്നെ വിളിക്കാം. എടാ പ്രകാശ, ഒന്നെല്ലാരും ഇങ്ങോട്ട് വന്നേ, നമ്മുടെ മോൻ വരുന്നു. ഒച്ചും കാണാൻ ചുള്ളനല്ലോ. ഞാൻ പണ്ടേ ചുള്ളനല്ലടാ, എന്റെ സൗന്ദര്യം സുന്ദരി കോതേ. അച്ഛമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കണം. മക്കള് നന്നായി വരും. എടാ പുണ്ണി, എന്തൊക്കെ ഉണ്ടോ നിനക്ക്? പരമസുഖം, ഇതങ്ങ് മുമ്പോട്ട് പോണ അമ്മ. അല്ല, എന്റെ പുന്നാര പെങ്ങന്മാരൊക്കെ എവിടെ? എന്നെ സ്വീകരിക്കാൻ ഇവിടെ കാണുന്നില്ല. അവരകത്തെന്തോ ജോലിയിലാടാ. അവർക്ക് ഇവിടെ എന്തോന്ന് ജോലി? എടാ നിന്റെ കോലം എന്താടാ ഇങ്ങനെ ഇരിക്കുന്നേ? അമ്മ, ഇതിപ്പത്തെ ഫാഷൻ. ചന്തിയെല്ലാം തേഞ്ഞു പോയല്ലോടാ. ഇതാണ് ഇപ്പത്തെ ഫാഷൻ. എടാ ചെറുക്കാൻ, നീ എന്തിനാടാ നടന്നു വന്നേ? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഓട്ടോയിൽ വന്നാ മതി. എത്ര വട്ടം പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരാൻ തന്നില്ലല്ല. ഇതാ എന്റെ ഒരു പ്രതിഷേധമായിട്ട് കൂട്ടി. ഓ അങ്ങനെ പാര. എടാ നീ എന്തുവാടാ കാടും പടലും എല്ലാം കൂടെ പറിച്ചോണ്ട് വന്നിരിക്കുന്നു? അച്ഛമ്മേ, ഇതൊക്കെ വെച്ച് ഞാൻ ഇവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കും. ഐ മീൻ ഗ്രീൻ റെവല്യൂഷൻ. അമ്മേ, നമുക്കെല്ലാം മനസ്സിലായോ? മനസ്സിലായില്ലേ? ബാക്കി നമുക്ക് അകത്ത് കയറിയിട്ട് വിപ്ലവം ഉണ്ടാക്കാം. പോയി കുളിക്ക്, ഭക്ഷണം വിശക്കുന്നില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടോടാ. കൊളത്തില്ല മറച്ചിട്ടു അല്ല പുണ്ണി. ചെല്ല് പോയി കുളിക്ക്, നാറുന്നു കേട്ടാ. അമ്മ, ഈ ചിക്കൻ നാടനാണോ ബ്രോയിലറാണോ? ബ്രോയിലർ ആടെ കഴിക്ക്. നാടൻ കോഴിയാണെങ്കിൽ ഞാൻ കഴിക്കത്തില്ല. എന്താടാ അച്ഛാ, ഇത് നാടൻ കോഴി ആരെങ്കിലും കോമണിച്ച് വളർന്നതായിരിക്കൂലേ? അവര് ഈ കോഴിയെ കോഴി ബാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഭക്ഷണം എല്ലാം കൂടെ തോമണിച്ച് ബ്രോയിലറാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇത് ബ്രോയിലറാ, ധൈര്യമായിട്ട് കഴിച്ചോ. ആരും ബാബാന്ന് വിളിക്കാത്ത സാധനം. കുഴപ്പമുള്ളൂ. അച്ഛൻ പിന്നെ കഴിച്ചോളാം. മാൻ കഴിച്ചോ. ഡേയ് പോട്ട് കഴിച്ചോ. സഞ്ജു, ഇത്ര വലുതായിട്ടും അവന്റെ പ്ലേറ്റിൽ നോക്കി അളക്കുന്ന സ്വഭാവം മാറിയിട്ടില്ല. കഴിക്കടാ നിന്റേത്. ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? എന്ത് കാര്യം വെച്ചാ? സ്റ്റഡി PSCയുടെ കാര്യം. ഓർമ്മയുണ്ട്. ഞാൻ നിന്നെ അഗ്രികൾച്ചർ പഠിക്കാൻ പറ്റും എന്തിനാണെന്നറിയാവോ? നിന്നെ ഒരു കൃഷി ഓഫീസർ ആക്കാൻ വേണ്ടിട്ടാ. അച്ഛാ, ഞാൻ അഗ്രികൾച്ചർ എടുത്താലോ എന്ന് ആലോചിക്കുക. അഗ്രികൾച്ചർ എടുത്താലോ എന്ന് ആലോചിക്കുവാന്ന്. എന്നിട്ട് എന്ത് ചെയ്യാനാ? ഈ പാടത്ത് വെയിലത്ത് കിടന്ന് പണിയെടുത്തിട്ട് അപ്പുറത്ത് മുറുകാങ്കടയുടെ മുമ്പിൽ പോയി മുറുപീടിയും വലിച്ചിങ്ങനെ ഇരിക്കാൻ. അച്ഛനാണെന്നറിയാം, ഇതിന് നല്ല സ്കോപ്പൊക്കെ ഉണ്ട്. ഇതാ എന്റെ സ്വപ്നം. അങ്ങ് അമേരിക്കയില് നമ്മുടെ വീട്ടുകാരെല്ലാരും കൂടെ നമ്മൾ ഒരുമിച്ച് നിന്റെ വീട്ടിലിരിക്കുന്നതാ എന്റെ സ്വപ്നം. ഞാൻ അഗ്രികൾച്ചറെ പഠിക്കത്തുള്ളൂ. ഞാൻ പറയുന്നതേ നീ പഠിക്കുള്ളൂ. പഠിത്തില്ല. തർക്കിക്കാറാണോ നീ? ഞാൻ പറയുന്നത് പഠിച്ചാ മതി. ഇതാണ് എന്റെ സ്വപ്നം അച്ഛാ. പിന്നെ എന്തോ തർക്കിക്കുന്നത്? മണ്ണു കുത്തി പിടിച്ചോളാം ഞാൻ. ചെറിയുന്നോളാ മണ്ടാ. അവൻ അച്ഛൻ്റെ തന്നെ കണ്ണുരുട്ടി കാണിക്കുന്നു. ഞാൻ പറയും, നീ പഠിക്കും. നീ അമേരിക്കയ്ക്ക് പോവും, ഞങ്ങളും വരും. സ്വപ്നം കണ്ടോണ്ടിരിക്കാതെ തിന്നടാ. ഞാൻ പഴയ കാര്യം ആലോചിച്ചു പോയതാ. അങ്ങനെ കൂടുതൽ ആലോചിക്കണ്ട. തിന്നുമ്പോ അങ്ങ് തിന്നാ മതി കേട്ടാ.